ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് SCERT ചാപ്റ്റേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം എക്സാമുകളോ അതുപോലെ കമ്പനി ബോർഡ് എക്സാമിനൊക്കെ നമുക്ക് സിലബസ് വരുന്നതിൽ കൂടുതലായിട്ടും നമ്മൾ SCERT ചാപ്റ്റേഴ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയുടെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നിങ്ങനെ 5 മാർക്കിനാണ് നമ്മുടെ ഈ LGS ലെവൽ എക്സാമിന് നമുക്ക് സിലബസായി തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നതും അതുപോലെ തന്നെ SCERT ചാപ്റ്ററായ ഇന്ത്യൻ ഭരണഘടനയ്ക്കൊരു മുഖവുര എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഭരണഘടന എന്ന് പറയുന്നത്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണത്തെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഏതിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഏത് പദത്തിൽ നിന്നാണ്? ലാറ്റിൻ പദമായ കോൺസ്റ്റിറ്റ്യൂവർ എന്ന പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉത്ഭവിച്ചു. ലാ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. രാഷ്ട്രത്തിൽ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടം എന്നെല്ലാം പറയപ്പെടുന്നത് ഭരണഘടനയാണ്. ഭരണഘടന തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ലിഖിത ഭരണഘടനയും രണ്ടാമത് അലിഖിത ഭരണഘടനയും. അങ്ങനെ നോക്കുന്നതിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ആരുടേതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടേതാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. എന്നാൽ ചെറിയ ഭരണഘടന ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ് ചെറിയ ഭരണഘടന. ചെറുതു മാത്രമല്ല, ഏറ്റവും പഴക്കമുള്ള ഭരണഘടനയും അമേരിക്കയുടെ ഭരണഘടന തന്നെയാണ്. അപ്പോൾ ലിഖിത ഭരണഘടനയുള്ളത് ആർക്കൊക്കെയാണ്? നമ്മുടെ ഇന്ത്യക്ക്, അതുപോലെ അമേരിക്കയ്ക്ക്, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക അവർക്കൊക്കെ എന്താണ്? ലിഖിത ഭരണഘടനയാണ്. അലിഖിത ഭരണഘടന ഉള്ളത് ആർക്കൊക്കെയാണ്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്, ഫ്രാൻസ് എന്നിവർക്കൊക്കെയാണ് അലിഖിത ഭരണഘടന ഉള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്ന ഭരണവ്യവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ഭരിക്കുക. അതായത് ജനങ്ങൾക്ക് വേണ്ടി അവർ തന്നെ ഭരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ആവിർഭാവം എവിടെ നിന്നാണ്? പുരാതന ഗ്രീസിൽ നിന്നാണ് ജനാധിപത്യത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്കറിയാലേ, നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ആ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1946 നവംബറിനാണ്. അതുപോലെ അതിലെ അംഗങ്ങളുണ്ടല്ലോ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അംഗങ്ങളെ എങ്ങനെയാണ് അവർക്കുള്ള സീറ്റുകൾ നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജനസംഖ്യാനുപാതമായി ഓരോ പ്രവിശ്യയ്ക്കും അല്ലെങ്കിൽ ഓരോ നാട്ടുരാജ്യത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിനും 1:10 lakh 1:10 ലക്ഷം എന്ന അനുപാതത്തിലാണ് സീറ്റ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഓർത്ത് വയ്ക്കുക, കാരണം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവുമ്പോൾ ആ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 389 എണ്ണമാണ് ആയിരുന്നു. 389 ആയിരുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അംഗം 296 അംഗങ്ങളായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഭരണത്തിനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ഒരു ഏകീകൃത രേഖയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ഗവൺമെൻറ്റിനും സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് വേണ്ട നിയമങ്ങളും തത്വങ്ങളും വ്യവസ്ഥകളും എല്ലാം അടങ്ങിയ ഒരു രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടനയിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ ഭരണഘടന ഒരു ലിഖിത ഭരണഘടനയാണ്. അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ,
പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശം, മൗലിക കർത്തവ്യം, നിർദ്ദേശക തത്വം, സംയുക്ത ഭരണ വ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം എന്നിവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടുന്നതാണ്. ഇനി നമുക്കത് നോക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഹമ്മുറാബിയുടെ നിയമസംഹിത ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതയിൽ ഒന്നാണ്. പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായ ഹമ്മുറാബിയുടെ നിയമസംഹിത എന്നത് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിലെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് അനുശാസിക്കുന്ന ആദ്യത്തെ നിയമസംഹിത ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. ഇനി നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മാഗ്ന കാർട്ട അല്ലേ. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞു വെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ പറയുന്നു. നമ്മളിത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ LGSൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററി പറയുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മാഗ്ന കാർട്ട എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഒപ്പുവെച്ചത്? 1215 മഹത്തായ വിപ്ലവം 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങളുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് CE 1688 മഹത്തായ വിപ്ലവം. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജ്യാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണയ്ക്ക് വിധേയമാകുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അതാണ് മഹത്തായ വിപ്ലവം. മഹത്തായ വിപ്ലവം നടന്നത് 1688 നമുക്കറിയാം മഹത്തായ വിപ്ലവത്തിൽ അവർ വീണ്ടും ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജെയിംസ് രണ്ടാമൻ്റെ ആദ്യ ഭാര്യയിലെ മകളായ മേരിയെയും അവരുടെ ഭർത്താവായ വില്യത്തെയും ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. കാരണം ആദ്യം രാജഭരണമായിരുന്നു. പിന്നെ അവരിൽ നിന്ന് മാറിയിട്ട് ഇവർ കുറച്ച് കോമൺവെൽത്ത് കാലഘട്ടങ്ങളെല്ലാം എവിടെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു അല്ലേ. അതൊക്കെ സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു. വീണ്ടും രാജവാഴ്ച വന്നു. അതും എന്തായി? അവിടുത്തെ പാർലമെൻറ്റും അവരും രാജാക്കന്മാരും ഒത്തുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ആരെ ക്ഷണിച്ചത്? ജെയിംസ് രണ്ടാമൻ്റെ ആദ്യ ഭാര്യയിലെ മകളായ മേരിയും അവരുടെ ഭർത്താവിനെയും അവർ ക്ഷണിച്ചത്. അങ്ങനെ ഉണ്ടായ ആ ഭരണത്തെയാണ് നമ്മൾ 1688 മഹത്തായ വിപ്ലവം എന്ന് പറയുന്നു. അങ്ങനെ വന്നെങ്കിൽ കൂടി എന്താണ് അവിടെ മഹത്തായ വിപ്ലവത്തിൽ എന്താ പറയുന്നത്? രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുകയും അതുപോലെ പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ മഹത്തായ വിപ്ലവത്തിലൂടെ നടന്നത്. രാജാവിൻ്റെ അധികാരം എന്ന് പറയുന്നത് പാർലമെന്റിലെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുകയും കൂടി ഈ മഹത്തായ വിപ്ലവത്തിലൂടെ നടക്കുകയുണ്ടായി. അതാണ് മഹത്തായ വിപ്ലവത്തിൽ പറയുന്നത്. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് CE 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ 1776 പ്രഖ്യാപനത്തിലൂടെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെ കഴിയുകയുണ്ടായി. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് സാധ്യമായി. നമ്മൾ പറഞ്ഞു ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ് അല്ലേ. അപ്പം അതിലൂടെ അത് കഴിഞ്ഞു. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ഒരു തോതിൽ മാത്രമാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണിത്. അധികാരത്തിനെതിരെ ജനങ്ങൾ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസ് ഒരു ഭരണഘടന രൂപീകരിക്കുകയും രാജാവിൻ്റെ അധികാരം ഭരണഘടനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇതിലെല്ലാത്തിലും പറയുന്ന ഒരു കാര്യമാണ്
എല്ലാ അധികാരങ്ങളും രാജാവിൻ്റെ അധികാരങ്ങളായാലും ശരി, ആ ചക്രവർത്തിമാരുടെ ആയാലും ശരി, ആരുടെ അധികാരങ്ങളും എന്തിനു കീഴിലാക്കി? ഭരണഘടനയ്ക്ക് കീഴിലാക്കി. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇത് നമ്മൾ എന്തായാലും ഇത് പഠിക്കുന്നില്ലല്ലോ, ലോക ചരിത്രം ഇതിലില്ലല്ലോ, പിന്നെ എന്തിനു ഇത് പഠിക്കണം എന്ന് ചിന്തിക്കേണ്ട. കാരണം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്ത ഭരണഘടനയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് തന്നെ നമ്മൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന വേർഡുകൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ എഴുതപ്പെട്ട ഭരണഘടന, അതെല്ലാം നമ്മളെ ഓരോ ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുള്ളതാണ്? കടമെടുത്തിട്ടുള്ളതാണ്. ലിഖിത ഭരണഘടന എന്നിവ നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് അല്ലേ. നമ്മൾ ലിഖിത ഭരണഘടന എന്നത് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അതുപോലെ ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ എന്ത് കടമെടുത്തത്? രാഷ്ട്രത്തലവന് നാമമായ അധികാരം മാത്രമാണ് ഉള്ളൂ എന്നത് നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യം ഉണ്ട്. ഇനി ഭരണഘടന, പലതരത്തിലുള്ള ഭരണഘടനയുണ്ട്. ഇത് ഒരു അടിസ്ഥാന ക്ലാസ് ആയതുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കത്തെ ക്ലാസ്സസും നോട്ടുകളുമാണ് നമ്മൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഭരണഘടന പല വിധത്തിലുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഭരണഘടനയെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലിഖിതമെന്നും അലിഖിതമെന്നും തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ ലിഖിതം, അലിഖിതം എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടന എന്നിങ്ങനെ അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ദൃഢമായത്, മാറ്റം വരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൃഢമായത്, അയവുള്ളത് എന്നിങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം എന്ന രീതിയിലുള്ളതിനെയാണ് അയവുള്ളത് എന്ന് പറയുന്നത്. ദൃഢമായത് പറഞ്ഞാൽ എന്താണ്? അത് എഴുതി ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെ നിയമങ്ങളാണ് അതിലുണ്ടായിരുന്നത്, അത് വെച്ചിട്ട് തന്നെ കാലാകാലം ഭരിക്കണം. പുതുതായിട്ട് ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതാണ് ദൃഢമായത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിരൂപം കൊണ്ട രീതി, നടപ്പിലാക്കിയത്, പരിണമിച്ചത് എന്നിങ്ങനെയും ഭരണഘടനയെ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതെല്ലാം ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ലിഖിതമായത് എന്ന് പറയുന്നത്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഭരണഘടന. വ്യക്തമായി അതിൽ എന്താണ് നിയമങ്ങൾ, എന്തെല്ലാമാണെന്ന് വ്യക്തമായി ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയതിനെയാണ് ലിഖിതം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു. ഇന്ത്യ, അമേരിക്ക ഐക്യനാടുകൾ എന്നിവയെല്ലാം അമേരിക്കൻ ഐക്യനാടുകളെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? ലിഖിത ഭരണഘടനയ്ക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇത് മാത്രമല്ലാണ്ട് നമ്മൾ കുറച്ച് പേരുകളോട് പറഞ്ഞു അല്ലേ, ഏതൊക്കെയാണ് ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമായി വരുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവയെല്ലാം ലിഖിത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളാണ്. ഇനി എന്താണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും നിയമങ്ങളും വ്യവസ്ഥാപിതമായി എഴുതപ്പെടാത്തതും പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടാത്തതുമാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു ഭരണഘടന പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരെ ഒരു പുസ്തകമാണ് അല്ലേ, നമ്മളെല്ലാവരും പിക്ചർ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളതല്ലാതെ കറക്റ്റായി എഴുതപ്പെടാത്ത, പുസ്തക രൂപത്തിൽ ക്രോഡീകരിക്കാത്ത, ചിലപ്പോൾ വെറും പേപ്പറുകളിൽ മാത്രം എഴുതി വെച്ചിട്ടുള്ളതോ അങ്ങനെ ഉള്ളതിനെയാണ് അലിഖിതം എന്ന് പറയുന്നത്. അപ്പോൾ അലിഖിത ഭരണഘടന എവിടെയൊക്കെയുള്ളത്? ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്, ഫ്രാൻസ് എന്നിവിടങ്ങളിലെല്ലാം ഉള്ളത് അലിഖിത ഭരണഘടനയാണ്. ഇനി ദൃഢമായത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം വരുത്തുന്നതിന് അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുന്നതിന് കർക്കശമായ നടപടിക്രമങ്ങൾ ആവശ്യമുള്ള ഭരണഘടനയാണ് ദൃഢമായ ഭരണഘടന എന്ന് പറയുന്നത്. അത് അമേരിക്കൻ ഭരണഘടനയും ഓസ്ട്രേലിയൻ ഭരണഘടനയൊക്കെ അതിനൊരു ഉദാഹരണമാണ്. ഇനി അയവുള്ളത് എന്ന് പറഞ്ഞാലോ, എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഭരണഘടനയാണ് അയവുള്ള ഭരണഘടന എന്ന് പറയുന്നത്. UK-യും ന്യൂസിലാൻഡും അതിനൊരു ഉദാഹരണമാണ്. ഇനി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ പരിണമിച്ചത്, രൂപം കൊണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഭരണഘടന നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണ ശേഷം എഴുതി തയ്യാറാക്കി പ്രാബല്യത്തിൽ വരുന്ന ഭരണഘടനയാണ്. അതായത് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കാൻ നമുക്ക് പറഞ്ഞു ഭരണഘടന നിർമ്മാണ സമിതി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി. അതുപോലെ നിർമ്മാണ സഭയുടെയോ കൗൺസിലിൻ്റെയോ രൂപീകരണത്തിന് ശേഷമുണ്ടായ ഭരണഘടനയാണ് നടപ്പിലാക്കിയത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെയും അമേരിക്കയിലുമെല്ലാം ഭരണഘടന അതിനൊരു ഉദാഹരണമാണ്. പരിണമിച്ചത് പറഞ്ഞാൽ എന്താണ്? ക്രമേണയുള്ള മാറ്റങ്ങളുടെ ഫലമായി രൂപം കൊണ്ട ഭരണഘടന കരാറുകൾ, വിധിന്യായങ്ങൾ, നിയമങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നീ രൂപത്തിലുള്ള വ്യവസ്ഥകളും
വഴക്കങ്ങളും ഇതിൽപ്പെടുന്നു. അങ്ങനെയുള്ളതിനെയാണ് ഒരു പരിണമിച്ചത് പറയുന്നത്. കാലാകാലങ്ങളായിട്ട് വരുന്ന മാറ്റങ്ങളിലേക്ക് ഫലമായി ഉണ്ടാവുന്ന കരാറുകളും വിധി നിയമങ്ങളും എല്ലാം അടങ്ങുന്നതിനെയാണ് പരിണമിച്ചത് എന്ന് പറയുന്നത്. UK-യും കാനഡയും ഒക്കെ അതിന് ഉദാഹരണമാണ്. ഇനി ഒരു ഭരണഘടനയ്ക്ക് ഉണ്ടാകുന്ന ആവശ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തേത്, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, കടമകൾ എന്നിവയെല്ലാം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവണം. ഒരു ഭരണഘടനയിൽ എന്തൊക്കെ ഉണ്ടാവണം? ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, പൗരന്മാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, കടമകൾ എന്തൊക്കെയാണെന്നെല്ലാം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവണം. അതെല്ലാം നമ്മുടെ ഭരണയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിങ്ങനെയുള്ളതിലെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതും കൃത്യവുമായിരിക്കണം എന്ത് ഭരണഘടന എന്ന് പറയുന്നത്. ആവശ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സമഗ്രത, സംക്ഷിപ്തത, വ്യക്തത, ചലനാത്മകത, അനുയോജ്യത എന്നിവയാണ് ഭരണഘടനയുടെ ആവശ്യ ഗുണങ്ങൾ. അതിൽ വ്യക്തത എന്ന് പറഞ്ഞത് എന്താണ്? ഭരണഘടനയുടെ വ്യവസ്ഥകൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. എന്താണ് എന്ന് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ചലനാത്മകത എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കാലോചിതമായ മാറ്റം വരുത്താൻ കഴിയുന്ന ഒന്നും കൂടി ആയിരിക്കണം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അനുയോജ്യത എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ജനങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുന്നതിന് അനുയോജ്യമായതായിരിക്കണം ഭരണഘടന എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മേൽ ഭരണഘടനയുടെ നിയന്ത്രണങ്ങൾ, നമുക്ക് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ള പോലെ തന്നെ അധികാരങ്ങളുടെ മേലിലും എന്ത് വേണം? നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വേണം. അതുപോലെ തന്നെ അവരുടെ മേലിലും എന്തുണ്ട്? നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. നമുക്ക് അവർക്ക് മാത്രം നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല പറഞ്ഞാൽ എന്ത് കാട്ടും? അവരുടെ ഭരണം എന്ന് പറയുന്നത് ഒരു സ്വേച്ഛാധിപത്യ ഭരണമായി മാറും അല്ലേ? ഇതിനെല്ലാം എതിരായിട്ടാണ് ഈ ഭരണഘടന അവർക്ക് മേലെയും എന്ത് കൊണ്ടുവരുന്നത്? നിയന്ത്രണങ്ങളും നിയമങ്ങളും കൊണ്ടുവരുന്നത്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ഭരണഘടനാപരമായിട്ട് പരിമിതപ്പെടുത്തുന്ന രാഷ്ട്രീയ ക്രമമാണ് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭരണാധികാരിയെ നിയന്ത്രിക്കുക, നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ജനങ്ങളുടെ അവകാശങ്ങൾ നിർവചിക്കുക എന്നിവയെല്ലാം ഭരണഘടനാ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിൽ തന്നെ അരിസ്റ്റോട്ടിലും ഭരണഘടനാ വ്യവസ്ഥയും എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളുടെ വിന്യാസം എന്നതാണ് ഭരണഘടനയ്ക്ക് അദ്ദേഹം നൽകിയ പ്രാഥമിക നിർവചനം എന്ന് പറയുന്നത്. സാധാരണ നിയമങ്ങൾ എന്നും ഭരണഘടനാ നിയമങ്ങൾ എന്നും അദ്ദേഹം നിയമങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ നമുക്ക് നോക്കാം. കാക, അതായത് രാഷ്ട്രപതി ആരാണോ അവർ ഞാൻ വിശ്വസ്തയോടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗം നിർവഹിക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കും എന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഭരണഘടനയും നിയമവും നിലനിർത്തുകയും സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുമെന്നും ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് അവർക്ക് ക്ഷേമം കൈവരിക്കുന്നതിനും സ്വയം അർപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് രാഷ്ട്രപതിയുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഈ പ്രതിജ്ഞയിൽ തന്നെ നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരുപാട് നിയമങ്ങൾ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ കുറേ നിയമങ്ങൾക്ക് ശേഷവും കുറേ സമരങ്ങൾക്ക് ശേഷവും എല്ലാമാണ് നമ്മുടെ ഭരണഘടന എന്നതിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് സ്ഥാപിച്ചത്? 1600 അല്ലേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ എന്തായി മാറി? ക്രമേണ അധികാരികളായി മാറി. അവരുടെ ഇന്ത്യയുടെ ഭരണം അവരുടെ കമ്പനിയുടെ കൈകളിലും ആക്കപ്പെട്ടു. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള എന്നെല്ലാം അറിയപ്പെടുന്നു അല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന സമരമാണത് 1857 ഒന്നാം സമരം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിനും ഇത് കാരണമായി. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. എപ്പോഴാണ് നേരിട്ട് ഏറ്റെടുത്തത്? 1858 അതിനുശേഷം വന്ന ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഭരണകാര്യങ്ങളിൽ ഇന്ത്യക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിച്ച നിയമങ്ങളാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ടുകളിലൂടെ വന്നത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ.
ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനായി സ്വതന്ത്ര ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഔദ്യോഗികമായി മുന്നോട്ട് വെച്ചതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യക്കാരുടെ ഭരണ പങ്കാളിത്തം ക്രമേണ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ മെച്ചപ്പെട്ട ഭരണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുകൾ എന്നറിയപ്പെടുന്നത്. ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യക്ക് പൂർണ്ണമായ സ്വയംഭരണാധികാരം നൽകുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇതനുസരിച്ച് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനു വേണ്ടി 1946 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എപ്പോഴാണ് നിലവിൽ വന്നത്? 1946 നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് രൂപം എഴുതി തയ്യാറാക്കിയത്. BR അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 അംഗീകാരം നൽകിയതും നിലവിൽ വന്നതും രണ്ടാണ്. അതുകൊണ്ട് തെറ്റിക്കരുത്. അതിനാൽ നവംബർ 26 ഭരണഘടനാ ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന 1950 ജനുവരി 26 അപ്പോൾ നവംബർ 26 49 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. നിലവിൽ വന്നത് 1950 ജനുവരി 26 ആ ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്നു. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്നാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3-അംഗ സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളുമായി അവർ ചർച്ച നടത്തി ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആവശ്യം ക്യാബിനറ്റ് മിഷൻ അംഗീകരിച്ചു. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് ഉള്ളതായിരുന്നു പ്രസ്തുത മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? പെത്വിക് ലോറൻസ്, എസ് സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്ന 3 അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കൂടെ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ആ ആമുഖം. ശരിക്കും പറഞ്ഞാൽ മനപ്പാഠം പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇതിനു മുമ്പ് കുറേ തവണ ആമുഖത്തിൻ്റെ വരികൾ മിക്കവാറും ഫ്രണ്ടിൽ ആ വരികളിലത്തെ ഏതെങ്കിലും ഒരു വാക്ക് മാറ്റിയിട്ട് അവിടെ ഏതാ വരിക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടന സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. 1. 1976 ഭരണഘടന 42-ാം ഭേദഗതി ആക്ട് 2-ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം ചേർത്തു. 3/1/1973 മുതൽ പ്രാബല്യം. മേൽപ്പറഞ്ഞ ആക്ട് 2-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. ഫ്രണ്ട് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പോൾ ആദ്യം അധികാരത്തെ ഓർത്ത് വയ്ക്കുക, പിന്നെ സമത്വം ഓർത്ത് വയ്ക്കുക, അതിനുശേഷം മതം, പിന്നെ ജനം, പിന്നെ റിപ്പബ്ലിക് എന്ന് ഓർത്ത് വയ്ക്കുക. അധികാരം, സമത്വം, മതം, ജനം, റിപ്പബ്ലിക് എന്ന് ഓർത്ത് വയ്ക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ
ഉത്ഭവിക്കുന്നത് ആരിൽ നിന്നാണ്? രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് അല്ലേ. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ, ഭരണഘടന അംഗീകരിക്കപ്പെട്ട തീയതി എന്നിവയെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് എന്നൊക്കെയാണ്. അപ്പോൾ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. നമ്മൾ പറഞ്ഞു അല്ലേ, അധികാരം, സമത്വം, മതം, ജനം, റിപ്പബ്ലിക് എന്നിങ്ങനെ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ പരമാധികാരം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം. നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നിയമം ഉണ്ടാക്കുന്നത് നമ്മളെ തന്നെയാണ്, നമ്മൾ ഭരിക്കുകയും ചെയ്യുന്നത്. അത് വെളിയിൽ നിന്ന് ആർക്കും അതിൽ എന്തില്ല, കൈകടത്താൻ കഴിയില്ല. അപ്പോൾ പരമാധികാരം ബാഹ്യ ഇടപെടലുകൾക്ക് സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാതെ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരമാണ് പരമാധികാരം. ഇനി സ്ഥിതി സമത്വം എന്താണ്? എല്ലാവർക്കും തുല്യ പദവിയും അവസര സമത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് സാമൂഹിക നീതി നിലനിർത്തുന്നു. എല്ലാവരും മതത്തിൻ്റെയും ജാതിയുടെയും ലിംഗത്തിൻ്റെയും ഒന്നിൻ്റെയും പേരിൽ ആരും എല്ലാവരും തുല്യരാണ്, ആർക്കും വിവേചനമില്ല എന്നതാണ്. ഇതെല്ലാം നമ്മുടെ മൗലികാവകാശങ്ങളിലും കൂടി പറയുന്നതാണ് അല്ലേ. അടുത്തത് മതേതരത്വം. രാഷ്ട്രത്തിന് ഔദ്യോഗികമായ മതമില്ല. നമ്മുടെ ഇന്ത്യക്ക് എന്ന് പറയുന്നത് ഒരു മതമില്ല. ഇന്ത്യയിലെ ഒരുപാട് മതങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ഉണ്ട്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കുന്നില്ല. അടുത്തത് ജനാധിപത്യം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരണം നിർവഹിക്കുന്നു. ഇതിലൂടെ ജനങ്ങൾ പരമാധികാരികളാവുന്നു. 5 വർഷം കൂടുമ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ, നമ്മുടെ പ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. റിപ്പബ്ലിക്. തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്ന സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രത്തലവനായ രാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇന്നത്തെ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എന്നാണ് ക്യാബിനറ്റ് മിഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങി ക്യാബിനറ്റ് മിഷൻ വരെയുള്ളത്. അതെല്ലാം കുറച്ചായിട്ടാണ് ഈ ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. കാരണം ഇത് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. അപ്പോൾ ഇനി പോകെ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ അതിലേക്ക് പോകുന്നതായിരിക്കും. ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്ന നിലയിലുള്ള ക്ലാസ് ആയതുകൊണ്ടാണ്. അപ്പോൾ വളരെ ചുരുക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.